യേശുവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ഇങ്ങനെ: കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. 1 തെസ്സലോനിക്കർ 4:16-17 വാക്യങ്ങൾ. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. വെളിപ്പാട് 1-7 വാക്യം. എന്തുകൊണ്ടാണ് കർത്താവ് വരുമെന്ന് പറഞ്ഞിട്ട് അത് സംഭവിക്കാത്തത് എന്ന് ചിലർ ചോദിക്കുമെന്ന് ബൈബിളിൽ മുമ്പേ തന്നെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം പത്രോസ് എഴുതിയ 2-ാം ലേഖനത്തിൽ 3-ാം വാക്യത്തിൽ തന്നെ പറയുന്നു. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ചു നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. അപ്പോൾ കർത്താവിൻ്റെ വരവിൽ നാം എടുക്കപ്പെടണമെങ്കിൽ ആദ്യം മാനസാന്തരമാണ് ഉണ്ടാകേണ്ടത്. എങ്ങനെയെല്ലാമാണ് കർത്താവിനെ കാത്തിരിക്കേണ്ടത്? ലൂക്കോസ് എഴുതിയ സുവിശേഷം 21-34 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സർവ്വഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുൻപിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ. വരുവാനുള്ളവൻ വരുവാൻ പോകുന്നു, താമസിക്കുകയില്ല. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-37-39 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നും പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല എന്നും, അതുകൊണ്ട് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രയാകേണ്ടത് എന്ന് വചനം താക്കീത് തരുന്നു.